എന്തിനായിരുന്നു സതീശൻ്റെ ആ PR പൊതിച്ചോറെന്ന് ദേ കണ്ടോളൂ. മനോരമ സതീശനെ സിമ്പിളനാക്കാൻ അത് ഏറ്റെടുത്തു. നോക്കിയേ, ഫോട്ടോയും വച്ചുള്ള ആ വലിയ വാർത്ത. ട്രെയിനിൽ സഹയാത്രികയ്ക്ക് പൊതിച്ചോർ നൽകി പ്രതിപക്ഷ നേതാവ് എന്ന വലിയ ക്യാപ്ഷനിൽ ആ സാധനത്തെ വാർത്താ കച്ചവടം ചെയ്യുന്ന ആ രീതി കണ്ടോ? എഴുതി പൊളിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിൽ തോന്നിക്കണം, ആഹാ എത്ര മനോഹരമായ ഒരു പ്രതിപക്ഷ നേതാവെന്ന്. DYFI എന്ന സംഘടന അനുദിനം കേരളത്തിലെ ആശുപത്രികളിൽ മുടങ്ങാതെ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട്. എത്ര തവണ എത്ര മനോഹര ക്യാപ്ഷനിട്ട് മനോരമ വാർത്ത കൊടുത്തിട്ടുണ്ട്, അപൂർവമാണ്. പിന്നെ കറി പോലുമില്ല എന്ന തരത്തിൽ ഒരിക്കൽ ജനകീയ ഹോട്ടലിൻ്റെ ഭക്ഷണത്തെ ആക്ഷേപിച്ചവർ കൂടിയാണ് ഇവർ. പക്ഷേ DYFI എന്ന സംഘടന ഉണ്ടാക്കിയ ആ പൊതിച്ചോർ ഇഫക്റ്റിനോട് കോമ്പൻസേറ്റ് ചെയ്യുവാനുള്ള സതീശൻ്റെ PR തന്ത്രത്തെ മനോരമ വിദഗ്ധമായി ജനങ്ങളിലേക്ക് ഒളിച്ചു കടത്തുന്ന ആ രീതി നാട്ടുകാർ തിരിച്ചറിയണം. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി നന്മ മരമാക്കുന്ന ഈ മാമാപ്പണിയുടെ പേരാണ് ഇന്ന് മാധ്യമധർമ്മം. ഈ മാധ്യമധർമ്മത്തിന് ഏറ്റവും വലിയ ഉദാഹരണം മനോരമയും. സതീശനെ വെള്ളപൂശുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത മാധ്യമധർമ്മം എന്നു തന്നെ വിളിക്കണം. കാര്യം, സതീശനെ വെള്ളപൂശിയാലേ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് ഭാവി സംരക്ഷിച്ച് നിർത്തുവാൻ സാധിക്കുള്ളൂ. സതീശനെ ഇത്തരത്തിൽ പൊക്കിപ്പറഞ്ഞാൽ മാത്രമേ ഈ മാധ്യമങ്ങൾക്കകത്തിരിക്കുന്ന മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന ഉഡായിപ്പുകളുടെ കീശ നിറയുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ, അങ്ങേയറ്റം ഉഡായിപ്പ് മാത്രം കൈവശമുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ അവരുടെ കയ്യിൽ നിന്ന് തന്നെ പണം വാങ്ങി നന്മ മരമാക്കുന്ന ഈ മാമാപ്പണി ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ മാധ്യമധർമ്മം എന്ന പേരിൽ ഇന്ന് ഈ സമൂഹത്തിന് മുന്നിലേക്ക് പടച്ചുവിടുന്നത്.